രാവിലെയോ വൈകിട്ടോ ഏത് സമയത്തും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. കറി പോലും വേണ്ട ഈ ഒരു പലഹാരം കഴിക്കാനായിട്ടും ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 5 മുട്ടയാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നിന്ന് 3 മുട്ട നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിന്റെ കൂടെ തന്നെ 1 കപ്പ് അളവില് മൈദപ്പൊടി കൂടെ ചേർക്കാം. കൂടെ തന്നെ 1 കപ്പ് അളവിൽ വെള്ളവും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഒരു രീതിയിൽ കറക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ പലഹാരത്തിന് ഒരു ഫില്ലിംഗ് കൂടെ തയ്യാറാക്കാം. ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാനായിട്ട് 2 സവാള പൊടിയായി കട്ട് ചെയ്തത്, ഒരു 10 വെളുത്തുള്ളി പൊടിയായി കട്ട് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, കുറച്ച് കറിവേപ്പിലയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേരുവകൾ ചേർത്തൊന്ന് വഴറ്റാം. നല്ലതുപോലെ ഒന്ന് വഴണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിലെ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും മറ്റൊരു പാനടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള മാവ് കുറച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മുകൾ ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന്റെ മേലെയായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ചേർക്കാം. ഫില്ലിംഗ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് നിരത്തി കഴിഞ്ഞാൽ ഇതിന്റെ മേലെയായിട്ട് മുട്ട പുഴുങ്ങിയതാണ് വെച്ച് കൊടുക്കേണ്ടത്. മുട്ടയും നിരത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മേലെയായിട്ട് വീണ്ടും നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്റർ കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ സവാള വഴറ്റിയത് ഇതിന്റെ മേലെയായിട്ട് കുറച്ച് ഗാർണിഷിനായിട്ട് ചേർക്കാം. വീണ്ടും പാത്രം അടച്ച് ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഉൾഭാഗം നല്ലതുപോലെ വേവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും മറ്റൊരു പാനടപ്പിലേക്ക് വെച്ച് കൊടുത്ത് പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ള പലഹാരം ഒന്ന് മറിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ചെറിയ തീയിൽ വെച്ച് താഴെ ഭാഗവും ഒന്ന് മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ രുചിയേറിയ നല്ലൊരു പലഹാരം ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോ രാവിലെ ആയാലും വൈകിട്ടായാലും കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. ഇനിയിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും വളരെ തന്നെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.